നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാഷ്ട്രത്തലവന്മാർ ഒന്നാകെ ഇപ്പോൾ ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ, സൗദി അറേബ്യയുടെ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ ബിൻ അബ്ദുൽ അസീസ്, ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ പ്രതിനിധിയായി ഉപപ്രധാനമന്ത്രി സയ്യിദ് അസദ് ബിൻ താരിഖ് എന്നിവരാണ് ഇന്ത്യയുടെ ക്ഷണം സ്വീകരിച്ച് G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നും എത്തിയിരിക്കുന്നത്. സൗദി അറേബ്യയുടെ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ ബിൻ അബ്ദുൽ അസീസ് G20യിലേക്കുള്ള സൗദി പ്രതിനിധി സംഘത്തെ നയിക്കാൻ ഇന്ത്യയിലെത്തിയതായി സൗദി പ്രസ് ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്തത്. ഇന്ന് രാവിലെയാണ് അദ്ദേഹം ഡൽഹിയിൽ വിമാനമിറങ്ങിയത്. വെള്ളിയാഴ്ചയാണ് UAE പ്രസിഡന്റ് ഇന്ത്യയുടെ ക്ഷണം സ്വീകരിച്ച് G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഡൽഹിയിൽ എത്തിച്ചേർന്നത്. ഒമാൻ ഉപപ്രധാനമന്ത്രി സയ്യിദ് അസദ് ബിൻ താരിഖും വെള്ളിയാഴ്ച തന്നെ എത്തിച്ചേർന്നിരുന്നു. ശനിയാഴ്ചയും ഞായറാഴ്ചയുമായി ന്യൂഡൽഹിയിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ഇവർക്ക് പുറമെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്ര നേതാക്കൾ എത്തിച്ചേർന്നിട്ടുണ്ട്. തിങ്കളാഴ്ച വരെ ഇന്ത്യയിൽ തുടരുന്ന മുഹമ്മദ് ബിൻ സൽമാൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിനെയും സന്ദർശിക്കും. ഉച്ചകോടിയിൽ ഉഭയകക്ഷി ബന്ധങ്ങളും പൊതു താൽപര്യമുള്ള കാര്യങ്ങളും ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ചർച്ചകളിൽ കിരീടാവകാശി പങ്കെടുക്കും. കൂടാതെ സൗദി ഇന്ത്യ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് കൗൺസിലിന്റെ പ്രധാന യോഗവും അജണ്ടയിലുണ്ട്. ഇന്ത്യ സൗദി വ്യാപാര ബന്ധങ്ങൾ സന്ദർശനം കാരണം ശക്തിപ്പെടുമെന്നാണ് വിലയിരുത്തൽ. സൗദിയിൽ നിന്നും കോടികളുടെ നിക്ഷേപം ഇന്ത്യ പ്രതീക്ഷിക്കുന്നതിനിടയിലാണ് ഈ സന്ദർശനം എന്നതും പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം തന്നെ. ഇന്ത്യ സന്ദർശനത്തിൽ ഉഭയകക്ഷി ബന്ധവും വിവിധ മേഖലകളിലെ സഹകരണവും ചർച്ചയാകും. സെപ്റ്റംബർ 11 തിങ്കളാഴ്ച മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. തിങ്കളാഴ്ച രാത്രിയോടെയായിരിക്കും ഇന്ത്യയിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ മടക്കം. മുഹമ്മദ് ബിൻ സൽമാനെ ഇന്ത്യയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ ക്ഷണിച്ചിരുന്നു. നേരത്തെ സൗദിയിൽ സന്ദർശനത്തിന് എത്തിയ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ക്ഷണക്കത്ത് ബിൻ സൽമാൻ കൈമാറുകയും ചെയ്തിരുന്നു. വൈകാതെ ഇന്ത്യ സന്ദർശിക്കുമെന്ന് അദ്ദേഹം ഉറപ്പും നൽകിയിരുന്നു. ഇന്ത്യയുമായി കൂടുതൽ അടുക്കാൻ തന്നെയാണ് സൗദിയുടെ പുതിയ നീക്കം. ഇന്ത്യയുമായുള്ള സഹകരണം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനായി പുതിയ കരാറിൽ ഒപ്പുവെക്കാൻ ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് സൗദി ഭരണകൂടം. ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISROയുമായിട്ടാണ് പുതിയ കരാർ. പരസ്പര സഹകരണത്തിനുള്ള ധാരണാപത്രം ഒപ്പുവെക്കാൻ കഴിഞ്ഞ ബുധനാഴ്ച നിയോം സിറ്റിയിൽ ഭരണാധികാരി സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗം അനുമതി നൽകിയിരുന്നു. എന്തായാലും G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ഗൾഫ് രാഷ്ട്ര തലവന്മാരെല്ലാം ഇന്ത്യയിൽ എത്തിയിരിക്കുന്ന ഈ വേളയിൽ പ്രവാസികളെല്ലാം വളരെ ആകാംക്ഷയോടെയാണ് ഇതിനെ ഉറ്റുനോക്കുന്നത്.